വീട്ടിലെപ്പോഴും സാമ്പാർ വേണം. അപ്പോൾ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിന് ആദ്യം നമ്മളിതായി ഒരു കൈപ്പിടി മുളക് എടുക്കുക, അത് വറുക്കുക. പിന്നെ അതിലേക്ക് വേണ്ട മല്ലിയാണ്. മല്ലി ഇങ്ങനെ ഇതാ പൊട്ടിച്ച് നോക്കിയാൽ പൊട്ടണം, അതാണ് അതിൻ്റെ പാകം. ഇനി തുവരപ്പരിപ്പും ഉഴുന്നും കൂടി ചേർത്തിട്ട് ഒന്ന് ചുവപ്പ് നിറാവുന്ന വരെ വറുക്കുക. പിന്നെ ജീരകവും ഉലുവയും കൂടി ഒന്നിച്ച് ചേർത്തിട്ട് അതുകൂടി വറുക്കുക. അപ്പോൾ ഉലുവ ഇങ്ങനെ പൊട്ടി വരും കേട്ടോ, അതാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ കരിവേപ്പില എടുത്തിട്ട് അതിങ്ങനെ പൊട്ടിച്ചിട്ട് ചെറുതായിട്ട് അതുകൂടി ഒന്ന് നന്നായിട്ട് വറുക്കുക. അപ്പോൾ അതിങ്ങനെ കയ്യിലെടുത്തിട്ട് പൊട്ടിച്ചാൽ ഇങ്ങനെ പൊട്ടണം കേട്ടോ. ഇനി കായം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്ന് നന്നായിട്ട് വറുക്കുക. അപ്പോൾ അത് കയ്യിലെടുത്താൽ അങ്ങനെ പൊടിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതുകൂടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒരിത്തിരി നേരം കഴിഞ്ഞ് തണുത്തതിന് ശേഷം, കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഗ്ലാസിൻ്റെ കുപ്പിയിൽ എടുത്ത് വയ്ക്കുക. പ്ലാസ്റ്റിക് കുപ്പിയിൽ എടുത്ത് വയ്ക്കരുത്, ഗ്ലാസിൻ്റെ കുപ്പിയിൽ അടച്ച് നന്നായിട്ട് വയ്ക്കുക. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും മതി.